ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇത് കഴിഞ്ഞ ശനിയാഴ്ച ഞാനും എൻ്റെ ഭാര്യയും വയനാട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ കോഴിക്കോട് കൂടിയാണ് ഞങ്ങൾ പോണത്. വളരെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ വയനാട് ആ ഭാഗത്തേക്ക് എത്തുക. കാരണം മറ്റൊന്നല്ല, റോഡ് പണി തകൃതിയായിട്ടാണ് റോഡ് പണി നടക്കുന്നത്. ഇപ്പോഴത്തെ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായാലും കുഴപ്പമില്ല, കാരണം ഭാവിയിലേക്ക് റോഡെല്ലാം നന്നാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പിന്നെ വേറൊരു വഴിയും കൂടി ഉണ്ട്. ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ആ പെരിന്തൽമണ്ണ, മുക്കം, പെരിന്തൽമണ്ണ അങ്ങനെയൊക്കെയുള്ള വഴി കൂടെയാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. ആ വഴിയിൽ ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് പോകുമ്പോൾ നമുക്കറിയാത്ത കാരണം കൊണ്ട് നമ്മൾ മെയിൻ റോട്ടിൽ കൂടെയാണ് പോയത്. മെയിൻ റോഡിൽ നല്ല ഹൈവേയുടെ നല്ല പണി നടക്കുകയാണ്. അതിനകത്ത് അപകടങ്ങളും നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വയനാടിൻ്റെ പല ഭാഗത്തുള്ള പല ഭംഗികൾ ആസ്വദിക്കാൻ 2 ദിവസം നമ്മളുടെ ജോലി സ്ഥലത്തു നിന്ന് നമ്മളൊന്ന് മാറി നമ്മുടെ ഭാര്യയെ ഒന്ന് സന്തോഷിപ്പിക്കുക, നമുക്കും അതോടൊപ്പം നല്ലൊരു സന്തോഷം കിട്ടുക. നല്ല നല്ല ഹോട്ടലുകളിലൊക്കെ പോയി നല്ല ആഹാരങ്ങൾ കഴിക്കുക. അപ്പം അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു ട്രിപ്പ് പോയി തിരിച്ചു വരുന്നു, അത്രേ ഉള്ളൂ. ഇത് ഞങ്ങൾ കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഉച്ചയ്ക്ക് ഒരു ഹോട്ടലിൽ കയറി. അത് ആ ഭാഗത്തെ ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ്. ഭക്ഷണം, എല്ലാ വിധത്തിലുള്ള ഭക്ഷണമുണ്ട്. നല്ല തിരക്കായിരുന്നു അവിടെ. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്ക്. അങ്ങനെ ഭക്ഷണം ഓർഡർ ചെയ്തു. നമുക്ക് പെട്ടെന്ന് തന്നെ ഭക്ഷണമൊക്കെ കിട്ടി കേട്ടോ. ഭക്ഷണമൊക്കെ കിട്ടി. എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ ഭക്ഷണം വളരെയധികം ഇഷ്ടമായി. എനിക്കും ഇഷ്ടമാവാതിരുന്നൊന്നുമില്ല. പക്ഷെ നമ്മുടെ സ്റ്റൈൽ വേറെ ആയതുകൊണ്ട് നമ്മൾ കുറച്ചാണ് കഴിച്ചുള്ളൂ. ഹോട്ടലിൻ്റെ ആംബിയൻസാണ് ഈ കാണുന്നത്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ആംബിയൻസാണ്. ഇതാണ് ഹോട്ടലിൻ്റെ പേര്. ഇവർക്ക് പല സ്ഥലത്തും ബ്രാഞ്ചുകൾ ഉണ്ടെന്നാണ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റാഫും കാര്യങ്ങളൊക്കെ അവർക്ക് ഒത്തിരി ഉണ്ട്. അവർ ഒത്തിരി സ്പേസും ഉണ്ട് അവർക്ക്. കസ്റ്റമർ എത്ര തന്നെ വന്നാലും അതിലവർക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും അവരെ കസ്റ്റമേഴ്സിനെ. അതുപോലെ ഞാൻ കണ്ടൊരു കാഴ്ച ജ്വല്ലറിയിലെ പോലെ. കയറി വരുമ്പോൾ നമ്മൾ റിസീവ് ചെയ്യാനൊക്കെ ആളുണ്ട്. ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റിസീവ് ചെയ്ത് നമ്മളെ കൊണ്ട് എന്താണ് നമ്മുടെ ആവശ്യം, എത്ര പേരുണ്ട്, അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മളവർ ഞാൻ സ്വർണ്ണക്കടകളിലാണ് അത് കണ്ടിട്ടുള്ളത്. റിസീവ് ചെയ്യാൻ നിൽക്കുന്ന ഒരാളാണത്. നമ്മളെ കൊണ്ടുവന്നിരുത്തും. ഓക്കെ, അപ്പോൾ ഞങ്ങളങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. നമ്മുടെ വൈഫ് ഹാപ്പിയാണ്. ആ ചിരി കണ്ടാൽ അറിയാം ആൾ ഹാപ്പിയായി. ആൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമായിരുന്നു. ആൾ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ നിങ്ങൾക്കും വരുമ്പോൾ ഈ ഹോട്ടലിൽ കയറാം. കോഴിക്കോട് പോകുന്ന വഴിയിലാണ്. നമ്മുടെ ഇവിടെ നിന്ന് പോകുമ്പോൾ കുന്നംകുളം കൂടിയൊക്കെ പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ഹോട്ടലുള്ളത്. അങ്ങനെ നമ്മൾ വയനാടിൻ്റെ ഭംഗിയിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ കാണുമ്പോഴാണ് പ്രിയങ്ക ഗാന്ധിയുടെയൊക്കെ ഒരു ഫോട്ടോ അവിടെ നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും അവരെ ഫോട്ടോയിൽ കാണാൻ പറ്റി. ഒരു വലിയൊരു ബാനറായിരുന്നു. എന്ത് തന്നെയായാലും എത്ര തന്നെ പ്രശ്നങ്ങളിലൂടെ ഈ വയനാട് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം കടന്നു പോയാലും അവിടുത്തെ ഭംഗിയും അവിടുത്തെ ആളുകളുടെ, മനുഷ്യരുടെ സ്നേഹവും അത് വളരെ വലുത് തന്നെയാണ്. എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ജീവിതത്തിൽ പോകാൻ പറ്റുവാണെങ്കിൽ നമ്മളവിടെ പോകണം. ഭയങ്കര ഭംഗി. ഇത്രയും അടുത്തുള്ള ഈ ഭംഗികൾ നമ്മൾ ആസ്വദിക്കാതെ പല ദിക്കിലേക്കും ചീറിപ്പായാണ്. ഇതൊക്കെ നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. ഇപ്പോൾ റോഡ് കുറച്ച് മോശമാണെങ്കിലും ഫ്യൂച്ചറിലേക്ക് അതൊക്കെ വളരെ നന്നായിട്ട് തന്നെ ആവും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ട്രാവലിംഗ് ചെയ്ത് അവിടെ എത്താനും പറ്റും. നല്ല മഞ്ഞും നല്ല തണുപ്പും ഒക്കെയുള്ള വളരെ വലിയ ശുദ്ധവായു, അത്ര നല്ല ശുദ്ധവായു ഒക്കെ ഉള്ള ഒരു സ്ഥലമാണത്. ഞങ്ങൾ വയനാട് എത്താറായപ്പോഴേക്കും ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞ് 2 മണി 3 മണിയൊക്കെ ആയി. അപ്പോൾ ഉള്ള സീനാണ് ഈ കാണുന്നത്. വളരെ ഭംഗി. നമുക്ക് ശരിക്കും മനസ്സിന് കുളിർമ ഉണ്ടാക്കുന്ന കാഴ്ചകളാണ്. നിങ്ങൾ എല്ലാവരും വയനാട്ടിൽ പോയിട്ടുള്ളവരായിരിക്കും, ഞാൻ ഇല്ല എന്നല്ല പറയണത്. പക്ഷെ വയനാട്ടിൻ്റെ ചില ഏരിയകളിൽ നമ്മൾ
കയറി ചെല്ലണം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ട് എല്ലാം ആസ്വദിക്കാൻ കഴിയുന്ന വിധത്തിൽ തന്നെ നമ്മൾ സമയമെടുത്ത് തന്നെ പോകണം. അതുപോലെ തന്നെ ഇവിടെ ചുരം കയറുമ്പോൾ ഒറ്റ സ്ഥലത്ത് ഞങ്ങൾക്ക് എന്താണെന്നറിയില്ല, ബ്ലോക്കൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ യാത്ര അങ്ങോട്ടുള്ള വയനാട്ടിലേക്കുള്ള യാത്ര, ചുരം കയറുമ്പോഴുള്ള യാത്ര വളരെ സന്തോഷകരമായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഹാപ്പിയായിരുന്നു യാത്ര. നല്ല മഴയുണ്ടായിരുന്നു, നല്ല മഴയായിരുന്നു. മഴയത്ത് യാത്ര ചെയ്തിട്ട് പോലും നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല അവിടെ, കാരണം റോഡ് വളരെ ഫ്രീ ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ യാത്ര അത് വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോയി. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് എത്തി. ഒരു വൈകിട്ട് ഒരുപാട് രാത്രി ആവുന്നതിനൊക്കെ മുമ്പ് തന്നെ ഞങ്ങൾ എത്തി. ആ താമസിക്കുന്ന സ്ഥലവും റിസോർട്ടും ഭയങ്കര സമാധാനമുള്ളൊരു സ്ഥലം. വളരെയധികം, അതായത് ഹട്ടുകളാണ്, ഓരോരോ ഹട്ടുകളാണ്. അത് തന്നെ വളരെ വളരെ സമാധാനമായിട്ടുള്ളൊരു സ്ഥലം. അതിൻ്റെ കാഴ്ചകളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. ഓക്കെ. ഈ റിസോർട്ടിരിക്കുന്നത് ഒരു വളരെ വലിയൊരു മലയുടെ താഴ്വാരത്തായിട്ട്. അവിടെ അങ്ങനെ അധികം ആൾത്താമസമൊന്നുമില്ല. അവിടെയാണ് സ്വിമ്മിംഗ് പൂള് എല്ലാം അടക്കമുള്ള ഒരു റിസോർട്ടാണ്. ഇത് നമ്മുടെ റൂമിലിരിക്കുമ്പോൾ നേരെ കാണുന്ന ഒരു ഏരിയയാണിത്. നല്ല ഭംഗിയാണ്. നമുക്ക് റൂമിലിരുന്നാൽ തന്നെ നമുക്ക് ഈ ഒരു വ്യൂ ആണ് നമ്മൾ കാണുക. ഭയങ്കര റേറ്റൊന്നുമില്ല കേട്ടോ, വളരെ വലിയ റേറ്റൊന്നുമില്ല. ഒരു 4000 റുപ്പീസൊക്കെയാണ് വരുന്നുള്ളൂ. അവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമുക്ക് തരുന്നതാണ്. ഇത് ഭയങ്കര സമാധാനം. ഇവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര മൈൻഡ് ഫ്രീ ആയി. അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. ഭക്ഷണം കഴിക്കാൻ പോയത് നമ്മുടെ അബു സലീം, ആക്ടർ അബു സലീം ഇക്കടെ 1980 എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിൻ്റെ, അത് ആളുടെ ഹോട്ടലിൻ്റെ പേരാണ് കേട്ടോ, 1980. പഴയൊരു വീടാണ്. ആ വീടിനെ അവർ ഹോട്ടലാക്കി മാറ്റി. അവിടുത്തെ ആ ഒരു ആംബിയൻസും അവിടുത്തെ സ്റ്റാഫുകളുടെ എല്ലാവരുടെ ഒരു കസ്റ്റമർ സർവീസും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത് അവിടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇതുപോലെ തന്നെ നമ്മളോട് ചോദിക്കാനും, നമ്മൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ചോദിക്കാനും, എവിടെ നിന്നാണ് വരുന്നത് ചോദിക്കാനും, നിങ്ങൾക്ക് എന്ത് ഭക്ഷണമാണ് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ ചോദിക്കാനൊക്കെ അവിടെ ആളുണ്ട്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കുറേ സിനിമാ താരങ്ങളുടെ ഫോട്ടോ ഉണ്ടാവും. അതിനകത്ത് കുറേ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. മമ്മൂട്ടി മുതൽ മറ്റുള്ള സിനിമാ മേഖലയിലെ ഒരുപാട് പേര് അവിടെ വന്ന് സന്ദർശിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ഫോട്ടോസാണ് അവിടെ വെച്ചിരിക്കുന്നത്. നമ്മുടെ അവിടെ ഇത് ഇക്ക വന്നു നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞത് നൂൽ പൊറോട്ട, പാൽപത്തിരി, പിന്നെ ആവോലി ഫ്രൈ, ബീഫ് ഫ്രൈ, അങ്ങനെ കുറച്ച് ഫുഡ് പറഞ്ഞു. വളരെ നല്ല ഫുഡ്. അവർ ഓർഡർ എടുത്തിട്ട് ഒരു 20 മിനിറ്റ് എടുത്തു തരും നമുക്ക്. അപ്പോൾ ആ 20 മിനിറ്റ് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അടുത്ത അവരുടെ ആ ഒരു ഹോട്ടലിൽ തന്നെ ഒരു സ്ഥലത്ത് സ്പൈസസ് എല്ലാം വെച്ചിട്ടുണ്ട്. അതെല്ലാം അവർ തന്നെ ഉണ്ടാക്കുന്നതാണെന്നാണ് പറഞ്ഞത്. അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളാണ്. എല്ലാ തരത്തിലുള്ള സ്പൈസസും ഉണ്ട്. അപ്പോഴേക്കും ഫുഡ് വന്നു. നമ്മുടെ ആവോലി ഫ്രൈ വന്നു. അത് കൊണ്ടുവരുമ്പോൾ തന്നെ ഭയങ്കര നല്ല വെളിച്ചെണ്ണ, നാടൻ വെളിച്ചെണ്ണയിൽ വറുത്ത ഒരു മണം. അതുപോലെ പുട്ടും ബീഫും ഉണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ. സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞാൻ ഒരുപാട് സ്ഥലത്തുനിന്ന് ഭക്ഷണപ്രേമി ആയത് കാരണം കൊണ്ട് ഞാൻ ഒരുപാട് സ്ഥലത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളാണ്, ഹോട്ടലുകളിൽ നിന്ന്. പക്ഷെ ഇത് ഇവിടെ നിന്ന് കിട്ടിയ ആ ഒരു സ്വാദ്, ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റായിരുന്നു. വളരെയധികം ആസ്വദിച്ച് നമ്മൾ കഴിച്ചു. ഞങ്ങൾ രാത്രി തന്നെ വീണ്ടും ഞങ്ങൾ വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു റിസോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ പോയി ഒരുപാട് നാൾക്ക് ശേഷം, അദ്ദേഹത്തിൻ്റെ പേര് രഞ്ജു എന്നാണ്. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങൾ ആ ഫ്രണ്ട് കുറേ നാൾക്ക് ശേഷം കാണുന്നത് അവരുടെ റിസോർട്ടിൽ പോയി. അവിടുത്തെ റിസോർട്ടിൻ്റെ ഒരു ആംബിയൻസാണ് ഈ കാണുന്നത്. ഇതൊരു 30 ഏക്കറോളം കാപ്പിത്തോട്ടത്തിൻ്റെ ഉള്ളിലാണ് ഈ റിസോർട്ട് ഇരിക്കുന്നത്. ഭയങ്കര വലിയ റിസോർട്ട്. അവിടെ ഒരു 6-7 ഹട്ടുകളാണ് അവിടെ ഉള്ളത്.
ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ ചെന്നപ്പോൾ. ഒരുപാട് വെറൈറ്റി പൂക്കളും എല്ലാം അടങ്ങിയിട്ടുള്ള പൂക്കളും ചെടികളൊക്കെ ഉള്ള വളരെ ഭയങ്കര ശാന്തമായിട്ടുള്ള ഒരു റിസോർട്ടാണിത്. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾ പൂവാന്ന് വിചാരിക്കും. ഇത് പൂവല്ല, ഇത് ശരിക്കും ഇതിൻ്റെ ഇലയാണ്. പകൽ സമയത്ത് ഇത് ചുമന്നിരിക്കും, അല്ലാത്ത സമയത്ത് പഴയ പോലെ ആവുമെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അവിടുത്തെ റിസോർട്ടിൽ നിന്നാൽ അവരുടെ ആ ബാക്കിൽ അവിടെ ഈ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ, അതായത് അവരുടെ ഹട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നാൽ വലിയ മലകളൊക്കെ കാണാൻ സാധിക്കും. ഫുള്ള് കാപ്പിയാണ്. ഈ കണ്ടോ, ഇതൊരു ബാണാസുര ഡാം, അതിൻ്റെ അടുത്തുള്ളൊരു മലയാണ്. നമുക്കവിടെ നിന്നാൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ്. നല്ല വ്യൂ പോയിൻ്റാണ് ഇത്. എനിക്ക് ഈ റിസോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, ഈ വയനാട്ടിൽ ഓരോ ഏരിയയും ഓരോ സ്ഥലവും വളരെ ഭംഗിയുള്ളതും സമാധാനവുമുള്ള ഒരു സ്ഥലമാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അത്രയും ഭംഗിയുള്ള കാഴ്ചകളാണ് അവിടെ ഉള്ളത്. നമ്മൾ ക്ഷമയോടുകൂടി നമ്മളിങ്ങനെ ഓരോ സ്ഥലം അന്വേഷിച്ച് നടന്നാൽ നമുക്ക് സ്വർഗം തന്നെ കാണാം, ഈ ഭൂമിയിലെ സ്വർഗം തന്നെ കാണാൻ പറ്റുമെന്നാണ് പറയാം. ഞങ്ങൾ വളരെയധികം ഈ റിസോർട്ട് വളരെയധികം ഞങ്ങൾ എൻജോയ് ചെയ്തു. ഏകദേശം ഒരു 6 മണി 6:30 കൂടിയിട്ട് നമ്മൾ അവിടെ നിന്ന്, ആ സമയത്താണ് അവിടെ ഉണ്ടായിരുന്നത്. മഴയുണ്ടായിരുന്നു, ഇടിമിന്നൽ വരെ ഉണ്ടായിരുന്നു. വീഡിയോ എടുത്തപ്പോൾ ഇടിമിന്നൽ വരെ കിട്ടി ഞങ്ങൾക്ക്. വളരെ നല്ല കാഴ്ചയായിരുന്നു. ഈ കാണുന്ന വ്യൂ എല്ലാം ഇവരുടെ ഹട്ടിലിരുന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ബ്യൂട്ടിഫുള്ളാണ് ഈ ഒരു റിസോർട്ട്. അവിടെ എപ്പോഴും ഒരുപാട് ഫോറിനേഴ്സാണ് കൂടുതലും വരുന്നത്. അദ്ദേഹമാണ് ഇതിൻ്റെ മാനേജർ. അദ്ദേഹം എൻ്റെ പഴയൊരു സുഹൃത്താണ്. കുറേ നാൾക്ക് ശേഷമാണ്, രഞ്ജു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കുറേ നാൾക്ക് ശേഷം ഞങ്ങൾ കാണുന്നത്. എനിക്ക് കൂട്ടുകാരനെ കണ്ടു, അതിൻ്റെ ഒപ്പം തന്നെ ഈ റിസോർട്ടും കാണാൻ പറ്റിയില്ല. ആ റിസോർട്ടിൻ്റെ കുറേ സവിശേഷതകളൊക്കെ അദ്ദേഹം പറഞ്ഞു തന്നു. അവിടുത്തെ ഗസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലും ഫോറിനേഴ്സാണ് അവിടെ വരുന്നത്. ഞാൻ ഈ റിസോർട്ടിൻ്റെ പേര് പറയാൻ മറന്നു. ധനഗിരി ഫാം എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ഭയങ്കര സമാധാനം. അതിൻ്റെ അകത്തൂടെ ഞങ്ങളൊരു 1 മണിക്കൂറോളം സമയം എൻ്റെ ഫ്രണ്ട്, എൻ്റെ സുഹൃത്തിൻ്റെ ഒപ്പം ഞങ്ങൾ അതിലൂടെയൊക്കെ നടന്നു. പ്രത്യേകിച്ച് എനിക്ക് മനസ്സിലായത് വളരെ നീറ്റാണ് ഈ റിസോർട്ട്. നല്ല നീറ്റായിട്ടുള്ള റിസോർട്ട്. വളരെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ കുറേ പൂക്കളുണ്ട്, കുറേ ചെടികളുണ്ട് അവിടെ. ധാരാളം ചെടികളുണ്ട്. എപ്പോഴും ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് ആ ഒരു ധനഗിരി റിസോർട്ടിൻ്റെ ഭംഗികളൊക്കെ ആസ്വദിച്ചു. തിരിച്ച് വീണ്ടും ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് വീണ്ടും നമ്മുടെ അബുസലിം ഇക്കേൻ്റെ ഹോട്ടലിലോട്ട് തിരിച്ചു വന്നു. ഞങ്ങൾ വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് രാത്രി ആയപ്പോഴേക്കും മറ്റേ റിസോർട്ടിൽ നിന്നൊക്കെ, ധനഗിരി റിസോർട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയപ്പോഴേക്കും രാത്രിയായി. നമ്മുടെ ഹോട്ടലിലെത്തി വീണ്ടും ഞങ്ങൾ വീണ്ടും നമ്മുടെ ഫുഡുകൾ ഓർഡർ ചെയ്തു. വെറൈറ്റിയാണ് ഇത്തവണത്തെ ഫുഡെന്ന് പറഞ്ഞാൽ, വളരെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഓർഡർ ചെയ്തു. ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിക്കാനല്ല കേട്ടോ, പാർസലാണ്. അത് എനിക്ക് മനസ്സിലായത്, പാർസലാണെങ്കിലും അവിടെ ഇരുന്ന് കഴിക്കാനാണെങ്കിലും അവർ നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹം വളരെ വലുത് തന്നെയാണ്. ഞങ്ങൾ പാർസലായിട്ട് വീണ്ടും നമ്മുടെ റിസോർട്ടിലേക്ക് എത്തി. ഈവനിങ്ങിൽ വന്നു കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പ് എല്ലാം ഉണ്ട്. അതെല്ലാം ആസ്വദിച്ച് ഞങ്ങൾ റൂമിലേക്ക് കയറി. പിന്നെ ഇതിനൊരു പ്രത്യേകത, നമ്മൾ എപ്പോഴും ജോലി ചെയ്ത് ടയേർഡായി ഇങ്ങനെ സ്ട്രെസ്സായി ഒക്കെ നടക്കണേക്കായൊക്കെ നല്ലത് ഇതുപോലെ ഒരു ട്രിപ്പൊക്കെ ഇടയ്ക്ക് നമുക്ക് പോവാം. ഇതുപോലെ പോകുമ്പോൾ നമുക്ക് സമാധാനവും സന്തോഷമൊക്കെ വരും. എല്ലാം കൂട്ടി വെച്ച് പോകാമെന്ന് വിചാരിച്ചാൽ നമുക്കൊന്നും നടക്കില്ല. നമുക്ക് കിട്ടുന്ന സമയങ്ങളിൽ നമ്മൾ ഈ ഭംഗികളൊക്കെ ആസ്വദിക്കാനായിട്ട് നമുക്ക് പോവാം.
मेरा दिल और तुम हो यहाँ, फिर क्यों हो पल के झुकाए वहाँ। तुम साहसी पहले देखा नहीं, तुम इससे पहले थे जाने कहाँ। जीने लगा हूँ पहले से ज्यादा, पहले से ज्यादा तुम पे मरने लगा। रहते हुआ के जो तुम पास मेरे, थम जाए पल ये वही बस मैं ये सोचूं मैं थम जाए पल ये पास मेरे जब हो तुम। सोचूं मैं थम जाए पल ये पास मेरे जब हो तुम। चलती है सांसें पहले से ज्यादा, पहले से ज्यादा दिल ठहरने लगा। तन्हाइयों में तुझे ढूंढे मेरा दिल, हर पल ये तुझको ही सोचे भला क्यों। तन्हाई में ढूंढे तुझे दिल, हर पल तुझको सोचे। तन्हाई में ढूंढे तुझे दिल, हर पल तुझको सोचे। मिलने लगे दिल पहले से ज्यादा, पहले से ज्यादा इश्क होने लगा। చుట్టమల్లే చుట్టేస్తాంది తుంటరి చూపు, ఊరికే ఉండదు కాసేపు. అస్తమానం నీలోకమే నామై మరపు, చేతనైతే నువ్వే నన్నా నా నెత్తర కులాసా నీ కలలకి చేసా, నీ కోసం వయసు వాకిలి కాసా. నా అసలు పోగేసా నీ గుండెకు అచ్చేసా, నీ రకకు రంగం సిద్ధం చేసా. ఎందుకు పుట్టిందో పుట్టింది ఏమో నువ్వంటే ముచ్చట పుట్టింది. పుడతాని నీ పిచ్చి పట్టింది, నీ పేరు పెట్టింది వయ్యారం ఓడి కట్టింది. గోరింట పెట్టింది సామికి ముక్కులు కట్టింది. చుట్టమల్లే చుట్టేస్తాంది, చుట్టేస్తాంది. చుట్టమల్లే చుట్టేస్తాంది, రరరే. చుట్టమల్లే చుట్టేస్తాంది తుంటరి చూపు, ఊరికే ఉండదు కాసేపు. మత్తుగా మెలేసింది నీ వరాల మగసిరి, హత్తుకోలేవా మరి సరసన చేరి. వాస్తుగా పెంచానిట్ట 100 కోట్ల సొగసిరి, ఆస్తిగా అల్లేసుకో కొసరి కొసరి. చిరా ముద్దుల దాడి ఇష్టమే నీ సందడి, ముట్టడించి ముట్టేసుకోలేవా ఓసారి చేజారే. ఏ బంగారు నక్లి
பூங்கொடி வாடி போச்சே ஏன் செடி வான்மதி பைங்கிளி ஆசை தீர வாட்டு நீ ஒன்ன நினைச்சொன்னு ஊருகல போடி சோகத்தில் ஒன்னு வளர்க்கல தாடி கெத்து காட்டிட்டு அழுவுறனே அழுது முடிச்சிட்டு சிரிக்கிறனே தேன்மொழி பூங்கொடி பாடி போச்சே ஏன் செடி வான்மதி பைங்கிளி ஆசை தீர வாட்டு நீயே. இந்த மாதிரி ஒரு மேட்டர் நடந்ததை நானும் மறந்துடுறேன், நீயும் மறந்துடு. ஓகேவா? நாளைக்கு என்னை பார்க்கும்போது ஆக்வர்டெல்லாம் பிஹேவ் பண்ணக்கூடாது. போடா, இப்போ எக்ஸாம் படிப்போ. தெரியல மொத்தமா நீ சும்மா இருக்கணும்யா. நிஜமா நான் செஞ்ச பாவம் முழுசா உன் மேல விதைச்ச பாசம் நிழலும் பின்னால காணோம் அதுக்கும் அம்மாடி புதுசா கோவம் பாலே இங்க தேரல பாயாசம் கேக்குதா காத்தே இங்க வீசல காத்தாடி கேக்குதா உன் மேல குத்தமில்ல நீ ஒன்னும் நானும் இல்ல தேன்மொழி பூங்கொடி வாடி போச்சே ஏன் செடி வான்மதி பைங்கிளி ஆசை தீர வாட்டு நீயே ஒன்ன நினைச்சோம் ஊருகல போடி சோகத்தில் ஒன்னும் வளர்க்கல தாடி எத்து காட்டிட்டு அழுகுறனே அழுது முடிச்சு சிரிக்கிறனே தேன்மொழி பூங்கொடி வாடி போச்சே ஏன் செடி வான்மதி பைங்கிளி ஆசை தீர வாட்டு வெத்தல மாத்தி முடிச்சு பையன் வந்தாச்சு பூவை தொடுத்து சேல மடிச்சு பொண்ணு வந்தாச்சு கண்டத பேசி டைம் வேஸ்ட் பண்ணாத பையன் தங்கம் மிஸ் பண்ணாத சாரே சாரு யாரு பிரபு தோய் அள்ளி அள்ளி கொடுத்தா பிரபு தோய் சாரே சாரு யாரு பிரபு தோய் அள்ளி அள்ளி கொடுத்தா பிரபு தோய் வெத்தல மாத்தி முடிச்சு பையன் வந்தாச்சு பூவை தொடுத்து சேல மடிச்சு பொண்ணு வந்தாச்சு பிபி மந்தனா உன்னை இழுத்திடவா சொல்லு இப்படி வந்தனா நல்லா இருந்திடலாம் யார் வீட்டுன்னு டெஸ்ட் வச்சிடலாம் நில்லு கை பிடிச்சுதான் கொண்டு முடிச்சிடலாம் நீ ஒண்ணு